പാലിയേറ്റീവ് വാരാചരണത്തിന്റെ ഭാഗമായി ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഗൃഹസമ്പർക്ക പരിപാടി സംഘടിപ്പിച്ചു. ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം.വി. സർല ഉദ്ഘാടനം ചെയ്തു. കൂടാളി പഞ്ചായത്തിലെ മൂലക്കരിയിൽ വെളിച്ചാൽ സുധീവന്റെ വീട്ടിലായിരുന്നു പരിപാടി. കൂടാളി പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മൾ പാലിയേറ്റീവ് അവശത അനുഭവിക്കുന്ന നമ്മുടെ നാട്ടിലുള്ള അത്തരത്തിലുള്ള ആൾക്കാരെ സന്ദർശിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മുടെ ബ്ലോക്ക് പരിധിയിലുള്ള 6 പഞ്ചായത്തുകളിലും ഇതുപോലെ അവശത അനുഭവിക്കുന്ന രോഗികളെയൊക്കെ സന്ദർശിക്കുന്നതിന് വേണ്ടി നമ്മൾ തീരുമാനമെടുത്തിട്ടുണ്ട്. സുധീവനേക്കാളും കുറച്ചുകൂടി ദയനീയമായിട്ടുള്ള നിരവധിയായിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷേ സുധീവനെ സംബന്ധിച്ചിടത്തോളം 10-23 വർഷക്കാലമായി ഒരു ബിൽഡിങ്ങിൻ്റെ പണിയെടുക്കുന്ന ഒരു ഘട്ടത്തിലാണ്. അവിടുന്ന് എന്താ പറയുക, അത് പൊട്ടി വീണ് അങ്ങനെയാണ് നട്ടിൽ മൊത്തം ക്ഷതായി. അങ്ങനെ 23 വർഷമായി തീരെ കിടപ്പിലായിരുന്നു. പിന്നീട് ക്രമേണ അത് പരിഹരിച്ച് വന്ന് ഇന്നത്തെ ഒരു അവസ്ഥയിൽ സുധീവൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാരെ ഒന്ന് സന്ദർശിക്കുക, അവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള സഹായങ്ങളാണോ നമുക്ക് ചെയ്യാൻ സാധിക്കുക അത് ചെയ്യുക, അവർക്ക് കുറച്ച് ആശ്വാസം നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ പരിപാടിക്ക് നേതൃത്വം നൽകുന്നത്. ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒരു ഉദ്ഘാടനം എന്നുള്ള രീതിയിലാണ്. ഇതിനുശേഷം 22-ാം തീയതി അവിടെ CC കേന്ദ്രീകരിച്ചുകൊണ്ട് പരിപാടി നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവശത അനുഭവിക്കുന്നവരെ ശുശ്രൂഷിക്കുന്നവരെ വെച്ചുകൊണ്ടുള്ള സംഗമങ്ങൾ നടത്താൻ നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. ഏതായാലും ഈ മേഖലയിൽ നല്ല ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആൾക്കാരെ കൈപിടിച്ചുയർത്തുന്നതിന് വേണ്ടി അവർക്ക് അല്പം ആശ്വാസം നൽകുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പദ്ധതികൾ നമ്മൾ ആസൂത്രണം ചെയ്യുന്നത്. കേരളത്തിൽ കൂടാളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് E. സജീവൻ അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് നിജില, ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PD. മനീഷ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CC. നൌഷാദ്, ബ്ലോക്ക് മെമ്പർ NV. സ്മിത, വാർഡ് മെമ്പർ P. അമൽ തുടങ്ങിയവർ സംസാരിച്ചു. ബ്ലോക്ക് പരിധിയിലെ മറ്റു തദ്ദേശ സ്ഥാപനങ്ങളിലും വരും ദിവസം ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കും. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.